ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിനെ കുറിച്ചാണ്. മധ്യവയസ്കൻ സുമനസുകളുടെ സഹായം തേടുകയാണ്. പ്രമേഹബാധയെ തുടർന്ന് അബോധാവസ്ഥയിലായ മനോജിന്റെ കുടുംബമാണ് കാരുണ്യത്തിനായി കൈനീട്ടുന്നത്. മനോജിന്റെ ചികിത്സയും വീടിന്റെ ജപ്തി ഭീഷണിയും ഈ കുടുംബത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഫോർട്ട് കൊച്ചിയിലെ ടാക്സി ഡ്രൈവറായിരുന്നു മനോജ്. പ്രമേഹത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നതോടെ കാൽവിരലുകൾ മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. വിരൽ മുറിച്ചതിന് പിന്നാലെ മസ്തിഷ്കത്തിൽ ആന്തരിക രക്തസ്രാവവും പക്ഷാഘാതവും. അതോടെ മനോജ് അബോധാവസ്ഥയിലായി. മനോജിന്റെ ടാക്സിയായിരുന്നു കുടുംബത്തിന്റെ ആകെ ഉപജീവന മാർഗം. രോഗം മൂർച്ഛിച്ചതോടെ ചികിത്സയ്ക്കായി പലയിടത്തു നിന്നും കടം വാങ്ങി. കടം വീട്ടാൻ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 5 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തു. സാമ്പത്തിക പ്രതിസന്ധി കാരണം തിരിച്ചടവ് മുടങ്ങി. പിന്നാലെ വീടിന്റെ ജപ്തി ഭീഷണിയും. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർമാരും സ്കൂളുകാരും ഒക്കെ സഹായിച്ചാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ചിലവ് തന്നെ ഒരു വിധത്തിൽ ആയി ആളെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നതാണ്. ഇപ്പം തന്നെ ആയത് നാട്ടുകാരും കൗൺസിലർമാരും സ്കൂളിൽ നിന്നും എല്ലാം സഹകരിച്ചാണ് ഞങ്ങൾക്ക് ഇതായത്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറമാണ് ഇപ്പോൾ വീട് ജപ്തിയാകുമെന്ന് പറഞ്ഞ് ജനുവരി വരെ ഞങ്ങൾക്ക് ടൈം തന്ന് ഇപ്പോൾ വീണ്ടും വിളിച്ചിട്ട് ഒറ്റത്തവണ തീർപ്പാക്കല് ചെയ്യാൻ പറഞ്ഞവർ. അപ്പം എന്നെ കൊണ്ട് വേറെ വഴിയില്ല. മനോജിന്റെ രോഗവും ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണിയും എല്ലാം താങ്ങാവുന്നതിലും അപ്പുറമാണ് ഭാര്യ ജയശ്രീക്ക്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമായി എന്ത് ചെയ്യണമെന്നറിയില്ല ജയശ്രീക്ക്. സുമനസുകളുടെ സഹായമുണ്ടെങ്കിലേ ഈ കുടുംബത്തിന് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കൂ. സഹായിക്കണമെന്ന അഭ്യർത്ഥന മാത്രം. ഈ സുഖമില്ലാത്ത ആളെയും പഠിക്കുന്ന മോളെയും കൊണ്ട് എനിക്ക് പോകാൻ വേറെ വഴിയില്ല. വേറൊരു വീടെടുക്കാനോ ഒന്നിനും ഒരു വഴിയില്ല. ഈ വീട് ചോർന്നൊലിക്കണമാണ്. എന്നാലും സാരമില്ല, ഞങ്ങൾക്ക് ഒന്നിവിടെ ഈ വീടൊന്ന് എടുത്ത് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാം. എല്ലാവരും സഹായിച്ചു ഞങ്ങൾ. ഈ വീടൊന്ന് എത്രയും വേഗം ഞങ്ങളുടെ ആധാരം ഒന്നെടുത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കൊച്ചി. അപ്പൊ അങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നവരെല്ലാം മനസ്സുകളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ ഈ ചികിത്സയും കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഈ വീട് ജപ്തി ഭീഷണിയിലാണ്. അപ്പൊ ഈ കുടുംബത്തെ സഹായിക്കാൻ നമ്മൾ ഒരു നേരത്തെ നമ്മൾ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന അല്ലെങ്കിൽ ആർഭാടത്തിന് മാറ്റി വയ്ക്കുന്ന ചെറിയൊരു തുക നമുക്ക് എല്ലാവർക്കും കൂടി മാറ്റി വെച്ചാൽ അവരെ സഹായിക്കാൻ പറ്റും.